ഗൈസ്, നമ്മൾ ലോ എൻഡ് ഡിവൈസ്, അതായത് 1 GB 2 GB 3 GB 4 GB റാമുള്ള ഡിവൈസിലൊക്കെ ഫ്രീ ഫയർ മാക്സ് ഒക്കെ കളിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ലാഗും ഓട്ടോ ബാക്ക് ഫ്രീസിങ് അങ്ങനെ കുറേ പ്രോബ്ലംസ് ഒക്കെ നമ്മുടെ ലോ എൻഡ് ഡിവൈസിൽ ഉണ്ടാവാറുണ്ട്. ആ പ്രോബ്ലംസ് ഒക്കെ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്കുമായിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത്. ഈ ഒരു ട്രിക്ക് നിങ്ങൾ സിമ്പിളായിട്ട് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. സ്മൂത്തായിട്ട് ഗെയിം പ്ലേ ഒക്കെ ചെയ്യാനുള്ള നല്ല ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ട്രിക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കണ്ടാൽ മാത്രമേ ഈ ട്രിക്കും കാര്യമൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റൂ. അതേപോലെ തന്നെ ഇതൊക്കെ കറക്റ്റായിട്ട് വർക്ക് ആവണമെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ വാച്ച് ചെയ്യണം. അതേപോലെ തന്നെ മെയിൻ വീഡിയോയിലേക്ക് പോകുന്ന മുമ്പായിട്ട് നമുക്ക് ഇൻസ്റ്റയിൽ ഫ്രീ ആയിട്ട് ഫോളോവേഴ്സും കാര്യമൊക്കെ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളിനെ പറ്റി നമുക്ക് ആദ്യം നോക്കാം. ഈ ഒരു ടൂളിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ട്, ഇതുപോലത്തെ ഒരു ടൂളാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഫേക്ക് ഇൻസ്റ്റ ID വെച്ചിട്ട് ആദ്യം ഈ ഒരു ഇൻസ്റ്റാ ടൂളിൽ നമ്മൾ ലോഗിൻ ചെയ്യണം. ലോഗിനും കാര്യമൊക്കെ ആയതിനു ശേഷം ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കിവിടെ ഇതുപോലത്തെ ഒരു ഡീറ്റെയിൽസ് കാണുന്നുണ്ട്. നമുക്ക് ഫോളോവേഴ്സ് വേണോ വേറെ എന്തൊക്കെ വേണമെന്നൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഫോളോവേഴ്സാണ് എൻ്റെ മെയിൻ ഐഡിയിലേക്ക് ആഡ് ചെയ്യാൻ വിചാരിക്കുന്നത്. എത്ര ഫോളോവേഴ്സാണ് നമുക്ക് വേണ്ടത് അതിവിടെ സിമ്പിളായിട്ട് എൻ്റർ ചെയ്ത് സ്റ്റാർട്ട് അടിച്ചാൽ നമ്മളുടെ മെയിൻ ഐഡിയിലേക്ക് ഫോളോവേഴ്സും കാര്യമൊക്കെ 1 by 1 ആയിട്ട് ആഡ് ആവാൻ സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ട്. പ്രൂഫിന് വേണ്ടി ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. എൻ്റെ ഐഡിയിലേക്ക് ഫോളോവേഴ്സും കാര്യമൊക്കെ ആഡായി വന്നിട്ടുണ്ട്. നിങ്ങൾക്കും യൂസ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ലിങ്കും കാര്യമൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് മെയിൻ ട്രിക്ക്, അതായത് ലാഗ് ഇങ്ങനെ ഫിക്സ് ആക്കാമെന്ന് നമുക്ക് നോക്കാം. ലാഗ് ഫിക്സ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു കോൺഫിഗ് ഫയൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഈ ഒരു കോൺഫിഗ് ഫയലിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റ ID ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇൻസ്റ്റയിൽ പോയതിന് ശേഷം ഇൻസ്റ്റേൻ്റെ ബയോയിലാണ് ഞാൻ ഈ കോൺഫിഗ് ഫയലിൻ്റെ ലിങ്കും കാര്യമൊക്കെ തന്നിട്ടുള്ളത്. ലേറ്റസ്റ്റ് ഫയൽ എന്ന് പറഞ്ഞൊരു ലിങ്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തിട്ടാകുമ്പോൾ നിങ്ങൾ മീഡിയ ഫയറിലേക്കാണ് ഡയറക്റ്റ് പോകുന്നത്. അവിടെ നിന്ന് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്രീ ഫയർ ആണോ ഫ്രീ ഫയർ മാക്സിൻ്റെ നിങ്ങൾക്ക് കോൺഫിഗ് ഫയൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതിനുശേഷം എക്സ്ട്രാക്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് പാസ്വേഡ് എൻ്റർ ചെയ്യാൻ പറയും. അപ്പോൾ പാസ്വേഡ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ ലേറ്റസ്റ്റ് വീഡിയോയിലാണ് ഞാൻ പാസ്വേഡ് തന്നിട്ടുള്ളത്. അതായത് ഓരോരോ ലേറ്റസ്റ്റ് വീഡിയോ വരുമ്പോൾ ഫയലും കാര്യമൊക്കെ ഓട്ടോമാറ്റിക്കായി തന്നെ അപ്ഡേറ്റും കാര്യമൊക്കെ ആവുന്നതാണ്. അപ്പോൾ അതേപോലെ തന്നെ പാസ്വേഡും ഓട്ടോമാറ്റിക്കായി തന്നെ അപ്ഡേറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ ലേറ്റായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ ചാനലിലേക്ക് പോയിട്ട് ലേറ്റസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയിൽ പോയിട്ട് വേണം നിങ്ങൾ പാസ്വേഡും കാര്യമൊക്കെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആ വീഡിയോൻ്റെ എവിടെയെങ്കിലായിട്ട് തന്നിട്ടുണ്ടാവും. പാസ്വേഡും കാര്യമൊക്കെ കിട്ടിയതിന് ശേഷം നിങ്ങൾ ആ ഒരു ഫയൽ എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കണം. ഫയൽ എക്സ്ട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ZArchiver എന്ന് പറയുന്ന ഒരു ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ZArchiver എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിനുശേഷം ജസ്റ്റ് സിമ്പിളായിട്ട് ഫയലും കാര്യമൊക്കെ നിങ്ങൾക്ക് എക്സ്ട്രാക്റ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം എങ്ങനെയാണ് ഫയൽ അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഫയൽ അപ്ലൈ ചെയ്യാൻ അറിയാത്ത ആൾക്കാരാണെങ്കിൽ എന്തായാലും ആ ഒരു വീഡിയോ കണ്ടിട്ട് മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഫയലും കാര്യമൊന്നും അപ്ലൈ ആവില്ല, അതേപോലെ തന്നെ ഫയലൊന്നും വർക്ക് ആവില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് തന്നെ ഫയലും കാര്യമൊക്കെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇതിലും മികച്ച വീഡിയോസുമായി തിരിച്ചു വരുന്നതായിരിക്കും. സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ഗുഡ് ബൈ.